അന്ധകാരത്തിനുമേൽ നന്മയുടെ പ്രകാശം പരത്തുകയാണ് ദീപാവലി. കാഴ്ചയെ വിസ്മയിപ്പിക്കുന്ന വർണ്ണക്കാഴ്ചകളും മനം നിറയ്ക്കുന്ന കൊതിയൂറും മധുരപലഹാരങ്ങളുമൊക്കെയായി പ്രകാശം പരത്തുന്ന ഒരു ഓർമ്മയായി മാറുകയാണ് ഓരോ ദീപാവലി. ദീപാവലിയെക്കുറിച്ച് ഒന്നിലധികം ഐതിഹ്യ കഥകളുണ്ടെങ്കിലും നരകാസുരവധവുമായി ബന്ധപ്പെട്ട കഥയ്ക്കാണ് കൂടുതൽ പ്രചാരം. ഉത്തരേന്ത്യയിലാണ് ദീപാവലി ആഘോഷം തകൃതിയായി നടക്കുന്നതെങ്കിലും ഇങ്ങ് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോഴും ആഘോഷങ്ങൾ ആകമൊത്തം കളറാണ്. പുതിയ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്ത് പിന്നെ ദിവാലിയുടെ തലേ ദിവസമുള്ള ഈ നൈറ്റ് ഞങ്ങൾ പൊട്ടിക്കുന്നതും അതൊക്കെയാണ് എക്സൈറ്റിംഗ് പാർട്ട്. ഈ ദിനം പരമ്പരാഗതമായി അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ നിരവധിയുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് എണ്ണ തേച്ചു കുളിയും മധുരം പങ്കിടലും പിന്നെ അതിനുശേഷമുള്ള മറ്റാഘോഷങ്ങളും. വീട്ടിലെ മൂത്തവരൊക്കെ ചെറിയ കുട്ടികൾക്ക് തലയിൽ എണ്ണ തേച്ച് തരും. നരക ചതുർത്ഥി എന്ന് പറയും തമിഴിൽ. അപ്പോൾ അത് പ്രധാനമാണ്. അത് കഴിഞ്ഞിട്ട് വസ്ത്രങ്ങളൊക്കെ തരും, പുതിയ കോടി എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ തരും. അതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആഹാരം കഴിക്കാൻ പറയും. അതിന് ശേഷമാണ് വെടിവെക്കുന്നത്. ഒത്തുചേരലുകളും ആഘോഷങ്ങളും അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ജാതിമതഭേദമന്യേ ദീപാവലി ആഘോഷത്തിൽ മുഴുകുകയാണ് നാടെങ്ങും. അഗ്രഹാര തെരുവുകളിലൊക്കെ ആകെ ആഘോഷമാണ്. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തൊട്ടാകെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളാണ്. എല്ലാവരും പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങളൊക്കെ പങ്കുവെച്ചും ഈ ദീപാവലി അങ്ങനെ പൊട്ടിപ്പൊടിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ദിന ആശംസകൾ.